കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിൽ ഹൃദയപൂർവമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമുക്കിന്നും ദൈവവചനവുമായി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നൽകിയ ഈ ഭാഗ്യകരമായ അവസരത്തിനായി സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. നമ്മളുടെ ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ സമൂഹം മുഴുവൻ ഒരു കഷ്ടത്തിലൂടെയും ഞെരുക്കത്തിലൂടെയും ശക്തമായ നിയന്ത്രണങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ദൈവവചനത്തെ ശ്രദ്ധിക്കുവാനും ദൈവത്തോട് നമ്മുടെ സ്നേഹം വെളിപ്പെടുത്തുവാനും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കുവാനും കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. നമ്മൾ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് കർത്താവ് അരുളി ചെയ്യാതെയും കർത്താവ് അനുവദിക്കാതെയും ഇവിടെ യാതൊന്നും സംഭവിക്കില്ല. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 37-ാമത്തെ വാക്യം അത് നമ്മളെപ്പോഴും ഓർത്തോളണം. കർത്താവ് കൽപ്പിക്കാതെ ആര് പറഞ്ഞിട്ടാകുന്നു ഇവിടെ വല്ലതും സംഭവിക്കുന്നത്? ഈ സംഭവിച്ചിരിക്കുന്നതും ഈ കൊറോണയുടെ ഈ ഭീഷണിയും ദൈവം അനുവദിച്ചതുകൊണ്ടും ദൈവസഭയുടെ ഒരുക്കവുമായി ബന്ധപ്പെട്ടുമാണെന്നുള്ളത് തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഈ സാഹചര്യത്തിൽ ദൈവം ഇതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മിൽ എന്ത് മാറ്റമാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് പരിശോധിച്ച് ദൈവഹിതത്തിനായി നമ്മളെ സമർപ്പിച്ചു കൊടുക്കുവാൻ കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. കൂട്ടസഹോദരങ്ങളെ സഹായിപ്പാനും അന്യോന്യമുള്ള സഹായ സഹകരണങ്ങൾ, കരുതലുകൾ, പ്രാർത്ഥന മാത്രമല്ല ഭൗമികമായി ദൈവം നമുക്ക് തന്നിട്ടുള്ള വിഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെയും ദൈവസ്നേഹം വെളിപ്പെടുത്തുവാൻ കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ വളരെ അഹങ്കാരത്തോടെ പോയിരുന്ന ഒരു കാലം, ആ കാലമെല്ലാം ഇനി മടക്കി ലഭിക്കണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണെങ്കിലും കർത്താവ് അതിനൊരു നിയന്ത്രണം വെച്ചിരിക്കുന്ന സമയത്ത് നാം നിസ്സഹായരാണെന്നും ബലഹീനരാണെന്നും ദൈവമാണ് സകലത്തിനും അധികാരിയായിട്ടുള്ളതെന്നും നാം അംഗീകരിക്കുവാനും ദൈവസ്ഥലിൽ വിനയപ്പെടുവാനും കർത്തൃസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുവാനും കർത്താവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു. ഒരു പിതാവിൻ്റെ വാത്സല്യത്തോടും കരുതലോടും കൂടി ബാലശിക്ഷ തരുന്ന ദൈവത്തെയാണ് നാം തിരുവെഴുത്തിൽ കാണുന്നത്. അതെ, പിതൃഹൃദയത്തിൽ പലപ്പോഴും കരുതലുള്ളതുകൊണ്ട് ശിക്ഷിച്ചെന്ന് വന്നേക്കാം. എന്നാൽ ആ ശിക്ഷ ദൈവത്തിൻ്റെ കരുതലിൻ്റെ വെളിപ്പാടാണ്, സ്നേഹത്തിൻ്റെ പ്രദർശനമാണെന്നുള്ളത് നമ്മൾ മറന്നു പോകാതെ ഈ സമയത്ത് മത്സരിക്കാതെയും പിറുപിറുക്കാതെയും മനസ്സ് കടുപ്പിക്കാതെയും ലൗകികതയിൽ മുഴുകാതെയും ദൈവത്തോടടുക്കുവാനായും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനും നിത്യജീവനായി ഒരുങ്ങുവാനും കർത്താവ് എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഈ സമയത്ത് നമ്മുടെ അധികാരികൾ, ഭരണ സംവിധാനത്തിൽ നിയമിതരായിരിക്കുന്ന അധികാരികളായ ആളുകൾ നമ്മുടെ നന്മയ്ക്കായി ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ നാം സന്തോഷത്തോടെ അംഗീകരിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി നാമും സഹകരിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ കാര്യങ്ങളാണല്ലോ നമ്മൾ റോമാലേഖനം 13-ാമത്തെ അധ്യായത്തിൽ നിന്ന് ചിന്തിച്ചു വരുന്നത്. പ്രിയപ്പെട്ട റോമാലേഖനം 13-ാം അധ്യായത്തിൽ 3 ഭാഗങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടു. ആദ്യത്തെ ഭാഗം രാഷ്ട്രത്തോടുള്ള നമ്മളുടെ ബന്ധം അത് പറയുന്നു. 2-ാമത്തെ ഭാഗത്തിൽ സമൂഹത്തോടുള്ള നമ്മളുടെ ബന്ധം. 3-ാമത്തെ ഭാഗത്ത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്, ആ വലിയ പ്രത്യാശയോടുള്ള നമ്മുടെ പ്രതികരണവും അതിനോടുള്ള നമ്മുടെ ബന്ധവും എന്താണ്? ഈ 3 കാര്യങ്ങളാണ് പൗലോസ്ലീഹ റോമർ 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അധ്യായമായിട്ട് പിന്നീടാണ് തിരിച്ചതെങ്കിലും വളരെ വ്യക്തമായി ഈ 3 പിരിവുകൾ നമുക്ക് ഈ അധ്യായത്തിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. രാഷ്ട്രത്തോടുള്ള നമ്മളുടെ ബന്ധം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി. 13-ാം അധ്യായത്തിന് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംവിധാനം, ഈ വ്യവസ്ഥിതി ദൈവം നിയമിച്ചതാണെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, ഇവിടെ പരിണാമവാദികളും മറ്റും ആ മൃഗങ്ങളിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ് മനുഷ്യനെന്നൊക്കെ അവർ പറയുമ്പോൾ മൃഗങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഭരണ സംവിധാനവും ഒരു വ്യവസ്ഥിതിയും ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ മനുഷ്യ സമൂഹത്തിൽ മാത്രമേ ഈ രാഷ്ട്രം, രാജ്യം, സമൂഹം, നിയമങ്ങൾ, വ്യവസ്ഥിതി, ഭരണം, ഈ വ്യവസ്ഥിതി നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യ സമൂഹത്തിൽ മാത്രമാണ്. ഇത് ദൈവത്താൽ നിയമിതമാണെന്ന് പൗലോസ്ലീഹ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്വൈര്യമായി ജീവിക്കുവാനും ദൈവബോധത്തോടും ദൈവത്തെ സേവിച്ചും നിത്യജീവനു വേണ്ടി ഒരുങ്ങുവാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങേണ്ടതിന് ദൈവം ഈ ക്രമീകരണം അനുവദിച്ചിരിക്കുന്നു എന്നാണ്
തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഈ വ്യവസ്ഥിതി ദൈവത്താൽ നിയമിക്കപ്പെട്ടു എന്ന് 1-2 വാക്യങ്ങളിൽ പറയുമ്പോൾ, 3-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ആ വ്യവസ്ഥിതി എന്നുള്ളതിനേക്കാൾ ആ വ്യവസ്ഥിതിയിൽ നിയമിതരായ അധികാരികൾ എന്ന ആശയത്തിലേക്ക് പൗലോസ് കടക്കുന്നു. 1-2 വാക്യങ്ങളിൽ ഈ വ്യവസ്ഥിതി അത് ദൈവനിയമിതമാണെന്ന് പറയുമ്പോൾ, 3-ാമത്തെ വാക്യത്തിൽ വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്കത്ര ഭയങ്കരം, അധികാരസ്ഥനെ ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നുവോ നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. ഈ വ്യവസ്ഥിതി ദൈവനിയമിതമാണ്. ആ വ്യവസ്ഥിതിയിൽ അധികാരം കൈയാളുന്നവരായി നിയമിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ അവർ ദുഷ്പ്രവൃത്തിക്ക് ഭയങ്കരം, സൽപ്രവൃത്തിക്ക് അവരനുകൂലമാണ്. സമൂഹത്തിൽ തിന്മ വർദ്ധിക്കാതെയും നന്മ വളരുവാനും ഇടയാകത്തക്ക ഒരു സംവിധാനം ഉറപ്പുവരുത്തുവാനുള്ള ചുമതല അധികാരികൾക്കുണ്ട് എന്നുള്ളത് 3-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്കത്രേ ഭയങ്കരം. താഴെ, നിൻ്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷകനായിരിക്കുന്നത്. നീ നന്മ ചെയ്താലോ ഭയപ്പെടുക, വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത്. അവൻ ദോഷം പ്രവർത്തിക്കുന്നതിൻ്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ. പ്രിയപ്പെട്ടവരെ, സമൂഹം മുഴുവൻ നന്മയ്ക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് പരസ്പരമുള്ള കരുതലോടുകൂടെ ജീവിക്കുകയായിരുന്നെങ്കിൽ ഈ അധികാരികൾക്ക് അധികം അധികാരവും ശക്തിയും ഉപയോഗിക്കേണ്ട ബലപ്രയോഗം നടത്തേണ്ട ആവശ്യമുണ്ടാകുമായിരുന്നില്ല. പോലീസുകാർ വെറും ഒരു കാവൽക്കാർ എന്നപോലെ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നു എന്നൊരു സൂപ്പർവൈസ് ചെയ്യുന്നവരായി മാത്രം അവർ ശുശ്രൂഷിച്ചാലും മതിയായിരുന്നു. എന്നാൽ ഇന്ന് പലപ്പോഴും അവർക്ക് ബലപ്രയോഗം നടത്തുകയും ലാത്തിച്ചാർജ് നടത്തുകയും എന്തു വേണ്ട വളരെ ബലപ്രയോഗം നടത്തേണ്ടി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? തിന്മ, നിയമലംഘനം, മറ്റൊരുവൻ്റെ സ്വൈര്യത കെടുത്തുന്നത് പോലെ മറ്റുള്ളവർ പ്രവർത്തിക്കുന്നു. ഇതുകൊണ്ടാണ് അവർ പലപ്പോഴും അധികാരവും ബലപ്രയോഗവും ഒക്കെ നടത്തേണ്ടി വരുന്നത്. എന്നാൽ ദൈവമക്കളായ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാ ശ്രേഷ്ഠാധികാരങ്ങൾക്കും ദൈവവചനത്തിൻ്റെ വ്യവസ്ഥിതിക്ക് അനുകൂലമായി പോകുന്ന ഏത് ശ്രേഷ്ഠ അധികാരത്തിനും നമ്മൾ ബോധപൂർവം സന്തോഷത്തോടെ കീഴടങ്ങി സമൂഹത്തിൽ ആയിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നിങ്ങളൊന്ന് ഓർത്തു നോക്കുകയും, ഞാൻ വീണ്ടും ജനിച്ച ദൈവപൈതലാണെന്ന് ഒരു പോലീസ് ചെക്കിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞാൽ, നീ വീണ്ടും ജനിച്ച ദൈവപൈതലോ എങ്കിൽ നീ പൊയ്ക്കോളൂ, പിന്നെ അധികം കാര്യങ്ങൾ ചോദിക്കുവാൻ ആവശ്യമില്ലാതെ നമ്മളെ അങ്ങനെ പറഞ്ഞു വിടാനായിട്ട് അവർക്ക് സമ്മതമുണ്ടാകുന്ന ഒരു വ്യവസ്ഥിതി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ദൈവമക്കൾ ലോകത്തിൻ്റെ വെളിച്ചമായിരുന്നേനെ, ഒരു മാതൃകാ പുരുഷന്മാരായിരുന്നേനെ. നമുക്ക് സമൂഹത്തിൽ നന്മയുടെ സ്വാധീനം ചെലുത്തുവാൻ കഴിയുമായിരുന്നു. അങ്ങനെ ഒരു കാലം ഇല്ലാതില്ലായിരുന്നു. നമുക്കറിയാം, എൻ്റെ ബാല്യപ്രായത്തിൽ പെന്തക്കോസ്തിൻ്റെയൊക്കെ ആരംഭഘട്ടങ്ങളിൽ വീണ്ടും ജനിച്ച ദൈവമക്കൾ അവരെ വീണ്ടും ജനിച്ചവരാണ് എന്നുള്ളത് സമൂഹത്തിൽ വ്യാപാരികളായാലും മറ്റ് ആളുകളായാലും അധികാരസ്ഥരായാലും വീണ്ടും ജനിച്ചവർ എന്ന് പറഞ്ഞാൽ ദൈവഭക്തർ എന്നുള്ളൊരു ബോധ്യവും അവരെ വിശ്വസിക്കാം, അവരൊരിക്കലും തിന്മ ചെയ്യുന്നവരല്ല എന്നുള്ള ഒരുറപ്പ് സമൂഹത്തിൽ അധികാരികൾക്ക് വിശേഷാൽ ഉണ്ടാകുമായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, പ്രധാനികളായ ഭക്തന്മാരായ ദൈവദാസന്മാർക്ക് അവരുടെ ഒരു ഒപ്പ് മതി ബാങ്കിന് ഗ്യാരണ്ടി എന്ന്, അവരുടെ ഒരു വാക്കുമതി ബാങ്കിന് ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് നമ്മൾ പുസ്തകങ്ങളിലൊക്കെ കെ എബ്രഹാം സാറിനെ കുറിച്ചൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. ആ ഒരു കാലം വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ദൈവമക്കളാകുന്ന നമുക്ക് പിന്നെ അധികം പ്രസംഗിക്കേണ്ട ആവശ്യം തന്നെയില്ല. നമ്മൾ കർത്താവിന് സാക്ഷികളായി നിൽപ്പാൻ കഴിയുമായിരുന്നു. ആകട്ടെ, അങ്ങനെ ഒരു കാലമാണ് ദൈവവചനം വിവക്ഷിക്കുന്നത്. ഈ 4-ാമത്തെ വാക്യം മുതൽ നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ 3-ാമത്തെ വാക്യം നമ്മൾ കണ്ടു, 4-ാമത്തെ വാക്യം മുതൽ അതിൻ്റെ 7-ാമത്തെ വാക്യം വരെ ആ ഭാഗത്ത് രാഷ്ട്രത്തിൻ്റെ കടമയാണ്. അതുവരെ 1, 2, 3 വാക്യങ്ങളിൽ രാഷ്ട്രത്തോടുള്ള നമ്മുടെ കടമയായിരുന്നുവെങ്കിൽ 4 മുതൽ 7 വരെയുള്ള ഭാഗത്ത് രാഷ്ട്രത്തിന് സമൂഹത്തോടുള്ള, അല്ലെങ്കിൽ അധികാരികൾക്ക്, ഭരണ സംവിധാനത്തിൽ അധികാരം കൈയാളുന്നവർക്ക് സമൂഹത്തോടുള്ള കടപ്പാടിനെക്കുറിച്ച് പൗലോസ്ലീഹ സൂചിപ്പിക്കുകയാണ്. അവിടെ രാഷ്ട്രത്തോടുള്ള നമ്മളുടെ കടപ്പാട് സൂചിപ്പിക്കുവാനായി പറഞ്ഞിരിക്കുന്ന അതേ പ്രാധാന്യതയോടുകൂടിയാണ് രാഷ്ട്രത്തിന്
സമൂഹത്തുള്ള കടമയെക്കുറിച്ച്, അധികാരികൾ സമൂഹത്തുള്ള കടമയെക്കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്, ദൈവ ശുശ്രൂഷകൻ എന്ന നിലയിൽ അവൻ എന്തു ചെയ്യണം? നമുക്ക് നന്മ ചെയ്യണം, സമൂഹത്തിന് നന്മ ചെയ്യുന്നവരായിരിക്കണം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു, ദോഷപ്രവർത്തികൾക്ക് ശിക്ഷ നൽകുന്ന ദൈവ ശുശ്രൂഷകരായിരിക്കണം അധികാരികൾ. മൂന്നാമത്, നികുതി പിരിക്കുക മാത്രമല്ല, ഈ കാര്യങ്ങൾ സമൂഹത്തിന് നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അവർ നോക്കുകയും ചെയ്യണം. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും പൗലോസ്ലീഹ ഈ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് കാണാം. 4-ാമത്തെ വാക്യത്തിൽ ദൈവ ശുശ്രൂഷക്കാരൻ എന്ന് തന്നെയാണ് ഈ അധികാരസ്ഥന്മാരെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നത്. അധികാരികളെയെല്ലാം നിയമിക്കുന്നത് ദൈവത്തിൻ്റെ പരമാധികാരത്തിന് കീഴിൽ തന്നെയാണ്. അധികാരസ്ഥരായ ആളുകളുടെ മേൽ പിശാചിൻ്റെ സ്വാധീനങ്ങൾ ഉണ്ടാകുന്നത് അത് ദൈവവചനം വെളിപ്പെടുത്തുന്ന ഒരു സത്യമാണെങ്കിലും അവർ ആ അധികാരത്തിൽ വരുവാൻ അനുവദിക്കുന്നത് ദൈവം തന്നെയാണ്. ആത്യന്തിക അധികാരി, പരമാധികാരി കർത്താവ് തന്നെ ഇവിടെയുണ്ട്. അതുകൊണ്ട് അധികാരസ്ഥരായവരെ ദൈവ ശുശ്രൂഷക്കാർ, കാര്യം ദൈവം നിയമിച്ച വ്യവസ്ഥിതിയുടെ ഒരു ഭാഗമല്ലേ അവർ. അപ്പോൾ ദൈവനിയമിതമായ വ്യവസ്ഥിതിയിലെ ഭാഗമായതുകൊണ്ട് ആ വ്യവസ്ഥിതിയിൽ ചുമതലക്കാരായി നിയമിക്കപ്പെടുന്ന ആളുകളെ ദൈവ ശുശ്രൂഷക്കാരൻ എന്ന് തന്നെ പൗലോസ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ഈ 4-ാമത്തെ വാക്യത്തിൽ 2 പ്രാവശ്യം ദൈവ ശുശ്രൂഷക്കാരൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. കണ്ടില്ലേ? നിൻ്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നത്. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക. വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നത്. അവൻ ദോഷം പ്രവർത്തിക്കുന്നവൻ്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ. ആ ഒറ്റ വാക്യത്തിൽ, 4-ാം വാക്യത്തിൽ തന്നെ 2 പ്രാവശ്യം ദൈവ ശുശ്രൂഷക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. 6-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ 1 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അപ്പോൾ ദൈവ ശുശ്രൂഷക്കാരൻ എന്ന് 3 പ്രാവശ്യം ഈ ഭാഗത്ത് തന്നെ അധികാരസ്ഥരെ പൗലോസ് പരിശുദ്ധാത്മാവിനാൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. മൂലകൃതിയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ദൈവ ശുശ്രൂഷക്കാരൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡയാക്കോനോയ് എന്ന വാക്കാണ്. ഡയാക്കോനോയ് ആ വാക്കാണ് മൂലകൃതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വാക്ക് 2 പ്രാവശ്യം 4-ാം വാക്യത്തിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഡയാക്കോനോയ് എന്നുള്ള ആ വാക്യം സഭയിലെ ശുശ്രൂഷക്കാരെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ഡയാക്കോനോയ് എന്നുള്ള വാക്ക് സഭയിൽ നിയമിക്കപ്പെട്ട ശുശ്രൂഷക്കാർക്ക് ഉപയോഗിക്കുന്ന അതേ വാക്ക് തന്നെ ഇവിടെ പൊതുലോകത്തിൽ രാഷ്ട്രഭരണ സംവിധാനത്തിൽ നിയമിക്കപ്പെടുന്ന ചുമതലക്കാരെയും വിശേഷിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. ഇനിയും അതിലെ 6-ാമത്തെ വാക്യത്തിൽ ലിറ്റൂർഗോസ് എന്നുള്ള വാക്കാണ്, ലിറ്റൂർഗോയി എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലിറ്റൂർഗോയി ബഹുവചനവും ഏകവചനവുമാണ്. ലിറ്റർഗോയ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെയും അർത്ഥം പ്രവാചകൻ, പുരോഹിതൻ എന്നുള്ള ആശയമാണ് ആ വാക്കിനുമുള്ളത്. അവിടെയും ശുശ്രൂഷക്കാരൻ, ദൈവനിയമിതനായവൻ, ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ എന്നുള്ള ആ ആശയം നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശ്രേഷ്ഠാധികാരിയായി ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങൾക്ക് അനുസൃതമായി ഭരണം നടത്തുന്ന ആളുകൾ ദൈവ ശുശ്രൂഷക്കാർ എന്ന് തന്നെ നമ്മൾ പരിഗണിക്കേണ്ടതാണ്. സ്തോത്രം. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ലിറ്റർഗോയ് എന്നുള്ള വാക്കിന് ലെയ്റ്റർഗോയ് എന്നും ഉച്ചരിക്കാം. ലെയ്റ്റർഗോയ് എന്നുള്ള ആ വാക്കിന് പ്രിയപ്പെട്ടവരെ, അതിന് പുരോഹിതൻ മാത്രമല്ല പൊതുസേവകൻ, പബ്ലിക് സർവൻറ്റ് എന്നൊക്കെയുള്ള ആശയം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രീക്ക് പദമാണ് പൗലോസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട രാജ്യത്തെ ഭരണകർത്താക്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഈ നിലവാരമാണ്. ദൈവത്താൽ നിയമിക്കപ്പെട്ടവനാണ് ഞാൻ. ഓരോ അധികാരിയും, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളിൽ സർക്കാർ ജോലിക്കാരും അധികാരസ്ഥരും, സർക്കാർ ജോലി മാത്രമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ നടത്തുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിലോ ഒരു വ്യവസായ സ്ഥാപനത്തിലോ നിങ്ങൾ അധികാരിയായ ഒരാളായിട്ട് നിയമിതനായിരിക്കുന്നു. നിങ്ങൾ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയുള്ള അധികാരവും ചുമതലയും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, ദൈവമാണ് നിങ്ങളെ ആ സ്ഥിതിയിലാക്കിയിരിക്കുന്നത്. നിങ്ങൾ ദൈവ ശുശ്രൂഷക്കാരനാണ്.
നിങ്ങളുടെ കഴിവ് കൊണ്ട് അവിടെ കയറി വന്നതാണെന്നും എനിക്ക് ഇത് അർഹതപ്പെട്ടതാണെന്നും ഞാൻ നേടിയതാണെന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ദൈവം നിങ്ങളെ അവിടെ നിയമിച്ചിരിക്കുന്നു എന്നുള്ള ആ ചിന്തയോടുകൂടെ വേണം നിങ്ങൾ നിങ്ങളുടെ ചുമതലകൾ വിശ്വസ്തയോടെ നിർവഹിക്കേണ്ടത്. നമ്മുടെ അധികാരികളെല്ലാം അങ്ങനെയൊന്ന് കരുതിയിരുന്നെങ്കിൽ, ഓർത്ത് നോക്കിക്കേ, ഈ അധികാരം കൈയാളുന്നത് സർവ്വത്തിൻ്റെ ഉടമസ്ഥനും സകലത്തെ നിയന്ത്രിക്കുന്നവനുമായ പരിശുദ്ധ ദൈവം എന്നെ ഇവിടെ നിയമിച്ചത് കൊണ്ടാണ്. ഞാൻ ഒന്നാമത് ദൈവത്തോട് ഉത്തരവാദിത്വമുള്ളവനാണ്. രണ്ടാമത് ദൈവം എന്നെ ആരുടെ മേൽ ഈ ചുമതലയ്ക്കായി നിയമിച്ചിരിക്കുന്നുവോ അവരോട് എനിക്കൊരു കടപ്പാടുണ്ട്. ഈ രണ്ട് ബോധ്യങ്ങളോടുകൂടി അധികാരികൾ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എത്ര സന്തോഷമാകുമായിരുന്നു. ആ ആശയമാണ് പൗലോസ് ഇവിടെ ദൈവ വചനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നന്മയെ പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയും തിന്മയെ നിയന്ത്രിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുകയാണ് രാഷ്ട്രത്തിൻ്റെ ചുമതല. അവിടെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ 4-ാമത്തെ വാക്യത്തിൽ 2 പ്രാവശ്യം ദൈവ ശുശ്രൂഷക്കാരൻ എന്നുള്ള വാക്ക്, ഡയക്കണോയ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അവിടെ നിൻ്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കും, നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക. പ്രിയപ്പെട്ട, ചിലപ്പോഴൊക്കെ പോലീസിനെ കണ്ട ആളുകൾ ഓടുന്നു. പോലീസിനെ കണ്ടപ്പോഴേ ഓടിയെന്ന്. അപ്പോൾ എന്തിനാണ് അവൻ ഓടിയത്? അവൻ കുറ്റക്കാരനായതുകൊണ്ടല്ലേ, അവന് ചൂളുന്നത് കൊണ്ടല്ലേ. നിയമം അനുസരിച്ച് ജീവിക്കുന്ന ഒരുവന് അധികാരിയെ കണ്ടതുകൊണ്ട് എന്തിനാണ് ഭയപ്പെടേണ്ടത്? എൻ്റെ കാര്യത്തിൽ ഞാൻ വിശ്വസ്തനാണ്, എൻ്റെ ഭാഗം ഞാൻ വിശ്വസ്തയോടെ നിർവഹിക്കുന്നു. അങ്ങനെ ഒരു പ്രാഗൽഭ്യം ഒരുവനുണ്ടെങ്കിൽ അവൻ അധികാരിയെ ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, നന്മ ചെയ്താൽ നാം അവൻ്റെ അഭിനന്ദനം അർഹിക്കുന്നവനാകും. തിന്മ ചെയ്താൽ അവനെ ഭയപ്പെടണം. നിയമത്തെ ഭയപ്പെടുന്നത്, നിർവാഹകരായ അധികാരികളെ ഭയപ്പെടുന്നത് തിന്മ പ്രവർത്തിക്കുന്നവരാണ്. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക. അടുത്ത വാക്ക്, വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നത്. അവൻ ദോഷം പ്രവർത്തിക്കുന്നതിൻ്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ. വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നത്. ഈ വാൾ വഹിക്കുക എന്നുള്ള അതിനെക്കുറിച്ച് ചില ആളുകൾ വളരെ വിശദമായ ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിന് മഖൈറ എന്നാണ് വാൾ എന്നുള്ളതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, മഖൈറ. പണ്ട് പഴയകാലത്ത് പ്രാചീന ലോകത്തിൽ രാജാവും അതുപോലെയുള്ള അധികാരികളായ ആളുകൾ ഇങ്ങനെ എഴുന്നള്ളുമ്പോൾ അവരുടെ മുമ്പിൽ രാജവാൾ പിടിച്ചുകൊണ്ട് ഒരാൾ ഇങ്ങനെ നടക്കുമായിരുന്നു. രാജാവ് തന്നെ അത് പിടിക്കണമെന്നില്ല. അയാളുടെ മുമ്പിൽ, രാജാവിൻ്റെ മുമ്പിൽ ഒരാൾ ഒരു വാൾ പിടിച്ചുകൊണ്ടിങ്ങനെ, തിളങ്ങുന്നൊരു വാൾ അതിങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിങ്ങനെ നടക്കുമായിരുന്നു. അതിൻ്റെ അർത്ഥം കൊല്ലുവാനും ജീവനോടെ വെച്ചേക്കുവാനും അധികാരമുള്ളവനാണ് ഈ വരുന്നവൻ എന്നുള്ള ആശയത്തോടു കൂടെയാണ്. ആ ആശയത്തോടു കൂടെയാണ് ഇങ്ങനെ അവൻ വാളും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത് എന്ന് പറയുമ്പോൾ ശിക്ഷയ്ക്ക് അധികാരമുള്ളവനാണ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നിട്ട് ഈ വാക്ക് പ്രയോഗിച്ചിട്ട് മഖൈറ എന്ന ആ വാക്ക് വാൾ എന്നാണ് ഇവിടെ തർജ്ജമ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിനെ വ്യാഖ്യാനിച്ച് ചില ആളുകൾ പറയുന്നത്, അപ്പം വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത് എന്ന് പറയുമ്പോൾ അധികാരി കൊല്ലുകയും ജീവനോടെ ശേഷിപ്പിക്കുകയും ചെയ്യുവാൻ അധികാരമുള്ളവനാണ്. അപ്പോൾ പൗലോസ് വധശിക്ഷയ്ക്ക് അനുകൂലമായ നിലപാടാണ് എടുത്തിരുന്നത് എന്ന് വ്യാഖ്യാനിക്കുന്ന ചില ചിന്തകന്മാർ തന്നെയുണ്ട്. അപ്പോൾ ബൈബിൾ വധശിക്ഷയെ അനുകൂലിക്കുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. സൗരങ്ങളെ, പഴയ നിയമത്തിൽ നമ്മൾ നോക്കിയാൽ ജീവന് പകരം ജീവൻ, അങ്ങനെ സ്ട്രിക്റ്റായിട്ടുള്ള ജീവന് പകരം ജീവൻ എന്നുള്ള ആ സ്ട്രിക്റ്റായിട്ടുള്ള ആ ശിക്ഷാ നടപടിയാണ് അന്ന് നടപ്പാക്കിയിരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ വധശിക്ഷ അവിടെ ദൈവം അനുവദിച്ചിരുന്നു. ദൈവം ചില കാര്യങ്ങൾ അനുവദിക്കുന്നത് അത് ഐഡിയൽ ആയ ഒരു കാര്യമായി ദൈവം അംഗീകരിച്ചുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. ചില കാര്യങ്ങൾ ദൈവം അനുവദിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനോട് വന്ന് ചോദിക്കുമ്പോൾ ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, അല്ല, പാടില്ല. സൃഷ്ടിച്ചവൻ അവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, അവർ മേലാൽ രണ്ടല്ല, അവർ ഒന്നത്രേ. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്.
വേർപിരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പരീശന്മാർ അവരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. പിന്നെ മോശ പറഞ്ഞല്ലോ, ഉപേക്ഷണ പത്രം കൊടുത്തുകൊണ്ട് ഉപേക്ഷിക്കാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് പറഞ്ഞു, ഇതേ ആദിയിൽ അതങ്ങനെയല്ല, നിങ്ങളുടെ ഹൃദയക്കാഠിന്യ നിമിത്തമാണ് അത് മോശയെ അനുവദിച്ചത്. അത് ഐഡിയൽ അല്ല, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം. ഇന്നത്തെ കഠിന ഹൃദയന്മാരും ക്രൂരന്മാരും തിന്മ വാസനയുള്ളവരും പാപപ്രകൃതമുള്ളവരും പരസ്പരം കരുതുവാൻ കൂട്ടാക്കാത്തവരും കൂട്ടു സഹോദരനെ ദ്രോഹിക്കുവാൻ മടിയില്ലാത്തവരുമായ കഠിന ഹൃദയന്മാരായ നിങ്ങളുടെ പെരുമാറ്റ നിമിത്തം ദൈവം ചില കാര്യങ്ങൾ അനുവദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജീവൻ തന്നത് ദൈവമാണെങ്കിൽ ജീവൻ്റെ മേൽ അധികാരമുള്ളവനും ദൈവമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, വധശിക്ഷ ഇന്ന് പല രാജ്യങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഒത്തിരി പേരെ കരുണ കൂടാതെ കൊന്നുകളയുകയും യാതൊരു കാരണവുമില്ലാതെ നിഷ്കളങ്കരായ നിരപരാധികളായ ആളുകളെ ക്രൂരമായി നിഗ്രഹിക്കുകയും അക്രമം ചെയ്യുകയും ചെയ്ത, അതാണ് ചിലപ്പോഴൊക്കെ കോടതി വിധി വരുമ്പോൾ അപൂർവങ്ങളിൽ അത്യപൂർവം എന്നൊക്കെ വിധിക്കാറുണ്ടല്ലോ. അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ വരുമ്പോൾ കോടതി അങ്ങനെയുള്ളവർക്ക് വധശിക്ഷയൊക്കെ വിധിച്ചെന്ന് വരാം. പ്രിയപ്പെട്ടവരെ, ശിക്ഷ ഇല്ലെന്നുണ്ടെങ്കിൽ നീതി പാലിക്കുവാൻ കൂട്ടാക്കാത്ത കഠിന ഹൃദയരായതുകൊണ്ടാണ് അത് കർത്താവ് അന്ന് അനുവദിച്ചിരുന്നത്. ഇന്നും അതുകൊണ്ടാണ് ദൈവം അത് അനുവദിക്കുന്നത്. അധികാരിക്ക് അതിന് അധികാരമുണ്ട്. നമുക്കറിയാമല്ലോ, ചില ആളുകൾ ദൈവം സ്നേഹമാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ദൈവം സ്നേഹം തന്നെയാണ്. ദൈവം സ്നേഹമാണെങ്കിൽ അമാലേക്കരെ മുഴുവൻ കൊന്നൊടുക്കാൻ ദൈവം കൽപ്പിച്ചില്ലേ, അനുവദിച്ചില്ലേ? ഒരു ജനസമൂഹത്തെ മുഴുവൻ നിഗ്രഹിക്കാനായിട്ട് ദൈവം കൽപ്പിച്ചില്ലേ? ദൈവം അങ്ങനെ അക്രമം ചെയ്യുന്നയാളല്ലേ? പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെ വിമർശനാത്മകമായി ചോദിക്കുന്ന ആളുകളെ ഞാൻ കണ്ടു. അങ്ങനെ വിട്ടിട്ടുള്ള പുസ്തകങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ജീവൻ്റെ മേൽ അധികാരമുള്ളവൻ ദൈവമാണ്. ഓരോരുത്തരെയും നന്നായി അറിയുന്നവൻ ദൈവമാണ്. ഓരോരുത്തരെയും നന്നായി അറിയുന്നവൻ ദൈവമാണെങ്കിൽ തിന്മയ്ക്കായി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ആളുകളെ അവർ ജീവിക്കാൻ അനുവദിച്ചാൽ തിന്മ വർദ്ധിക്കും. അത് ജനസമൂഹത്തിന് ദ്രോഹമാണെന്നുണ്ടെങ്കിൽ അവരെ നിഗ്രഹിക്കാൻ ജീവൻ്റെ മേൽ അധികാരമുള്ളവനായ ദൈവത്തിന് അതിന് അധികാരമുണ്ട്. നിയമം നടപ്പാക്കാൻ അവൻ അധികാരമുള്ളതുകൊണ്ട് അവൻ ആരാണ് എന്നുള്ളതാണ് അവൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുന്നത്. അവൻ അധികാരമുള്ളവനായതുകൊണ്ട്. ഇതുപോലെ സർവജ്ഞാനിയും നീതിമാനും ഒരു നിലയിലും അന്യായം അനുവദിക്കാത്തവനുമായ കരുണയുള്ളവനായ ദൈവം വധശിക്ഷ വിധിച്ചെങ്കിൽ അവനത് അർഹിക്കുന്നവനായതുകൊണ്ട് തന്നെ എന്ന് അംഗീകരിക്കുവാൻ വിനയമുള്ളവരാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ദൈവം ചിലപ്പോഴൊക്കെ അത് അനുവദിക്കുന്നത്. അപ്പോൾ വധശിക്ഷയ്ക്ക് പൗലോസ് അനുകൂലമായിരുന്നെന്നും മറ്റും ഇതുകൊണ്ട് നമ്മൾ വിമർശനാത്മകമായി ചിന്തിക്കരുത്. ഈ വ്യവസ്ഥിതി ഇങ്ങനെ ആയതുകൊണ്ട് ഹൃദയക്കാഠിന്യ നിമിത്തം ചിലപ്പോൾ അറ്റകൈ, നമുക്കറിയാമല്ലോ, ഇപ്പോൾ തന്നെ പറയാറുണ്ട് അസാധാരണമായ സാഹചര്യങ്ങളിൽ അസാധാരണമായ നടപടികൾ ആവശ്യമായി വരുമെന്ന് ഇപ്പോൾ അധികാരികൾ പറയുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ലോക്ക്ഡൗണിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടാകും. അസാധാരണമായ ചില വ്യക്തിത്വങ്ങളുടെ അസാധാരണമായി പെരുമാറുന്ന തിന്മ വാസനയുള്ള തിന്മയ്ക്കു വേണ്ടി തങ്ങളെ തന്നെ വിറ്റുകളഞ്ഞിരിക്കുന്നു എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ അസാധാരണം, അതാണ് അപൂർവങ്ങളിൽ അത്യപൂർവം എന്നല്ലേ കോടതി ചിലപ്പോൾ വിധിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവം അതിന് അനുവദിക്കുന്നു. ദൈവത്തിന് അതിന് അധികാരമുണ്ട്. കുറച്ച് നാൾ കൂടി ഇവിടെ ജീവിച്ചവൻ കൂടുതൽ പാപം ചെയ്യുന്നതിനേക്കാൾ അവൻ കൂടുതൽ പാപം ചെയ്തതിന് എന്ത് പറ്റും? അവൻ്റെ നിത്യശിക്ഷാവധി അത്ര കണ്ട് കൂടുതൽ കഠിനമാകും. അതുകൊണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നീതിമാനായ ദൈവത്തിൻ്റെ കരുണയിലാണ് പലപ്പോഴും അത് അനുവദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആട്ടെ, ദൈവത്തെ ദൈവമെന്നോർത്താൽ ഈ ചോദ്യം വരികയില്ല. ന്യായാധിപന്മാർ വരികയും പോവുകയും ചെയ്യുമ്പോൾ അവിടെ മുമ്പിൽ ഇങ്ങനെ വാള് പിടിച്ചുകൊണ്ട് നടന്നിരുന്നു. ഈ ജഡ്ജിമാർ വരുമ്പോഴും അങ്ങനെ ചെയ്യും. രാജാക്കന്മാർ മാത്രമല്ല, ജഡ്ജിമാർ വരും. ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അവർക്ക് അധികാരം ഉണ്ടെന്ന് വെളിപ്പെടുത്താനായിരുന്നു ഇത് ചെയ്തിരുന്നത്. എന്നിട്ട് അത് വാൾ എന്നുള്ളതിന് മെഖൈറ എന്ന പദമാണ്. എന്ന് പറഞ്ഞാൽ അധികാരം, ജീവൻ്റെ മേലും മരണത്തിന്മേലും
അധികാരമുള്ളവൻ എന്ന ആശയമാണ്. ദൈവം അനുവദിച്ചതുകൊണ്ടാണ് ഈ അധികാരികൾ അത് ചെയ്യുന്നത്. അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷകരായിട്ടാണ് ഈ കോടതിയിലെ ജഡ്ജി പലപ്പോഴും ഈ രാഷ്ട്രീയക്കാരേക്കാൾ നീതിബോധമുള്ളവരും നിയമപരമായി പെരുമാറുന്നവരുമാണ് കോടതിയിലെ ന്യായാധിപന്മാർ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് കോടതിയെ വിമർശിക്കുമ്പോൾ പിന്നെ അതിന് മുകളിലൊന്നില്ല. അതുകൊണ്ടാണ് നിയമപാലകന്മാരായ ജഡ്ജിമാർ, ന്യായാധിപന്മാർ സംശയത്തിന് അതീതരായിരിക്കണം. അവരെ നീതിബോധത്തിൽ അവർ കർക്കശ്യമുള്ളവരായിരിക്കണമെന്ന് സമൂഹം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ആയിരിക്കണം ന്യായാധിപന്മാർ. കോടതിയുടെ ഭാഗത്ത് തെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിയമത്തിന് ഒരു പ്രസക്തിയുമില്ലാതെ വരും. അതുകൊണ്ടാണ് ന്യായാധിപന്മാർ മറ്റും നടക്കുമ്പോൾ മുമ്പിൽ ഇങ്ങനെ വലിയൊരു വാൾ പിടിച്ച്, രാജാക്കന്മാർ വരുമ്പോഴും ഇങ്ങനെ വാൾ പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അതാണ് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നത്, അവൻ ദോഷം പ്രവർത്തിക്കുന്നതിന് ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവശുശ്രൂഷക്കാരൻ തന്നെ. അപ്പോൾ അടുത്തത്, അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയും വിചാരിച്ച് കീഴടങ്ങുക ആവശ്യം. ഇങ്ങനെ ശിക്ഷിക്കപ്പെടും, വാളുണ്ടവൻ്റെ കയ്യിൽ, അവൻ കൊന്നുകളയും എന്നുള്ള ഭയം കൊണ്ടല്ല. മനസാക്ഷി, നമുക്കൊരു മനസാക്ഷിയുണ്ട്. നിർമ്മല മനസാക്ഷി പ്രാപിച്ച ഒരു ദൈവവൈതൽ, നിർമ്മല മനസാക്ഷിയുള്ളവനായ ഒരു ദൈവവൈതലിന് അവൻ മനസാക്ഷി വിചാരിച്ചും കൂടി അധികാരസ്ഥർക്ക് കീഴടങ്ങി നിയമപാലകരെ ബഹുമാനിച്ച് മുൻപോട്ട് പോകണമെന്നാണ് പൗലോസ് ഇവിടെ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. അധികാരികൾ ദൈവശുശ്രൂഷക്കാരാകിയാൽ അവരെ അനുസരിക്കുന്നത് ദൈവ വ്യവസ്ഥയോടുള്ള വിധേയത്വമാണ്. ആ ബോധ്യത്തോടുകൂടെ വേണം നമ്മൾ അനുസരിക്കേണ്ടത്. സ്തോത്രം. കീഴടങ്ങുക ആവശ്യം എന്ന് പറഞ്ഞിട്ട്, കീഴടങ്ങുക എന്നുള്ള ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹുപ്പാറ്റോസ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഹുപ്പാറ്റോസ എന്നുള്ള ആ വാക്ക് ശ്രദ്ധേയമാണ്. അതായത് യുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞപ്പോൾ കീഴടങ്ങുന്നതിന് ആ വാക്ക് ഉപയോഗിക്കുകയില്ല. യുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞപ്പോൾ കീഴടങ്ങുന്നതിന് ഉപയോഗിക്കുന്ന വാക്കല്ലത്. ഹുപ്പാറ്റോസ എന്ന വാക്കിൽ ബോധപൂർവം അംഗീകരിക്കുക എന്നുള്ളതാണ്. ബോധപൂർവം അംഗീകരിക്കുക. നമ്മൾ ചിലപ്പോൾ പെരുമാറ്റത്തിൽ ഒന്ന് കീഴടങ്ങുകയും ഒന്ന് ഒതുങ്ങിക്കൊടുക്കുകയും ഒക്കെ ചെയ്താൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹുങ്കോടുകൂടി ആയിരിക്കും. നോക്കണേ, ഹുപ്പാറ്റോസ എന്ന ആ വാക്ക് ബോധപൂർവം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു ഗതികേട് കൊണ്ട് അനുസരിക്കേണ്ടി വരുന്നല്ലോ എന്ന പിറുപിറുപ്പോടുകൂടി അധികാരികൾക്ക് കീഴടങ്ങി ശിക്ഷയെ ഭയന്ന് അങ്ങ് പമ്മിയിരിക്കുക എന്നുള്ളതല്ല ഒരു ദൈവവൈതലിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതേ ദൈവനിയമിതമാണ്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ കടപ്പാട്, രാഷ്ട്രത്തോടുള്ള കടപ്പാട്, പ്രിയ ദൈവമക്കളെ, പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് പോലുള്ള ഈ സാഹചര്യത്തിൽ അധികാരികൾ നമ്മുടെ നന്മയ്ക്കായിട്ടാണ് പല കാര്യങ്ങളും പറയുന്നത്, പല കാര്യങ്ങളും ചെയ്യുന്നത്. അന്യായമായി പ്രവർത്തിക്കുന്നവരുണ്ടായിരിക്കാം. എങ്കിലും ഇന്നുവരെ നമ്മുടെ രാജ്യത്ത് നിയമം പ്രധാനമാണ്. നിയമപാലകരായി നിയമിക്കപ്പെട്ടവർ ഉള്ളിടത്തോളം വിശ്വസ്തയോടെ കാര്യങ്ങൾ ചെയ്യുവാൻ ഉത്സാഹിക്കുന്നുള്ളത് നമുക്കറിയാം. അക്രമികളൊക്കെ ഉണ്ടാകാം, കൈക്കൂലിക്കാരിവിടെ ഉണ്ടാകാം. പക്ഷേ ഈ വ്യവസ്ഥിതി ദൈവം അനുവദിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ശ്രേഷ്ഠാധികാരങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണവും നോക്കണേ, ദൈവവചനം, ആ വചനത്തിൽ വെളിപ്പെടുത്തി ദൈവപ്രമാണത്തിന് ഓപ്പോസിറ്റായിട്ട് വരാത്ത എല്ലാ നിയമങ്ങൾക്കും ഹുപ്പാറ്റോസോ ബോധപൂർവം മനസാക്ഷി വിചാരിച്ച് ഇത് ദൈവനിയമിതമായ വ്യവസ്ഥിതിയാണ് എന്നുള്ള ആ തിരിച്ചറിവോടെ സന്തോഷത്തോടെ കീഴടങ്ങുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. അധികാരത്തിനെ ഓർത്തും ഈ വ്യവസ്ഥിതി ഓർത്തും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കർത്താവേ, ഞങ്ങളുടെ നന്മയ്ക്കായി ഈ ഭരണവും സംവിധാനവും ഒക്കെ അവിടുന്ന് നിയമിച്ചെന്നിരിക്കാൻ സ്തോത്രം. ലോകത്തിൽ പല രാജ്യങ്ങളിലും അക്രമമായ ഭരണങ്ങൾ നിലനിൽക്കുമ്പോൾ ഞങ്ങളുടെ രാജ്യത്ത് ഇന്നുവരെ ഇത്രയുമൊക്കെ നീതിബോധമുള്ളവരെ തിരുമേനി നിയമിച്ചതിനാലും ഈ അനുകൂലമായ ദൈവ വചനപ്രകാരമുള്ള ജീവിതം നയിക്കുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഇവിടുത്തെ വ്യവസ്ഥിതിയിൽ ഞങ്ങൾ അനുഭവിക്കുന്നതിനാലും ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. ബോധപൂർവം തിരിച്ചറിവോടെ സന്തോഷത്തോടെ ശ്രേഷ്ഠാധികാരങ്ങൾ കീഴടങ്ങി അങ്ങയെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ കൃപ നൽകണമേ. മഹത്വം അങ്ങ് നെടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.